അപ്പോൾ കാറ് വഴി ഉംറയ്ക്ക് പോവുകയാണ് നമ്മൾ. ഒരു രാവിലെ 6 മണി തൊട്ട് ഒരു 5 മണി വരെ, 5 മണി വരെ ആയിരുന്നു ട്രിപ്പ്. UAE അബുദാബിയിൽ നിന്ന് ഇറങ്ങി രാവിലെ ഒരു 6 മണിയായപ്പോഴേക്കും സുബഹി കഴിഞ്ഞിട്ട് ഒരു 5 മണി കഴിഞ്ഞപ്പോഴേക്കും അവിടെ റിയാദിൽ എത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ കാറിൽ പോകുന്നത് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയായിരുന്നു. കാരണം കുട്ടികളായിട്ടാണ് പോയിരുന്നത്. അപ്പോൾ പിള്ളേർക്ക് എൻഗേജ് ചെയ്യാനായിട്ട് കുറച്ച് ടോയ്സും എടുത്തു, സ്നാക്സും ഒക്കെ ആയി അവരങ്ങനെ ഫ്രീ ആയിട്ടിരുന്നു. ബസ്സിൽ ആ ഒരു സൗകര്യം ഉണ്ടാവില്ല എന്ന്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ട്രാവൽ പ്ലാൻ ചെയ്തു. പിള്ളേർ നല്ല എൻഗേജ്ഡ് ആയിരുന്നു, അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. സൂര്യൻ ഉദിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു വൈബായിരുന്നു. ക്ലിയർ ആയിട്ട് കാണാം നമുക്ക്. അങ്ങനെ ബോർഡറിൽ അവിടെ എത്താനായിട്ട് കുറച്ച് ടൈം എടുത്തായിരുന്നു. ഒരു 2 മണിക്കൂറിൻ്റെ ടൈം കൊണ്ട് ബോർഡറിൻ്റെ അവിടെ എത്തിയായിരുന്നു. സൗദി ബോർഡറിൻ്റെ അവിടെ എത്തിയായിരുന്നു. അവിടെ ബോർഡറിൻ്റെ അവിടെ കുറച്ച് ചെക്കിങ്ങും അതൊക്കെ ഉണ്ടായിരുന്നു. വിസ സ്റ്റാമ്പിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ എടുത്തായിരുന്നു. അങ്ങനെ ബോർഡർ എത്തി. ബോർഡറിൻ്റെ അവിടെ ചെക്കിങ്ങിനൊരു ഏകദേശം 40 മിനിറ്റോളം എടുത്തായിരുന്നു കേട്ടോ. 40 മിനിറ്റോളം എടുത്തായിരുന്നു ബോർഡറിൻ്റെ അവിടുത്തെ ചെക്കിങ്ങിന്. വണ്ടി സ്കാൻ ചെയ്യും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ചെക്കിങ് ഉണ്ടായിരുന്നു. ബത്ത പോർട്ടലാണ് ഫസ്റ്റ് കയറുന്ന എൻട്രി ചെയ്യുന്നത്. പിന്നെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെയും യാത്ര തുടർന്നു. പിന്നെ അങ്ങോട്ടുള്ള സൗദി കാഴ്ചകളായിരുന്നു. റിയാലൊക്കെ ഓൾറെഡി മാറ്റിയായിരുന്നു. കറൻസി കൺവേർഷനൊക്കെ ചെയ്ത് നാട്ടിൽ അവിടെ മീൻസ് UAE തന്നെ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് ട്രാവലിൽ ഇറങ്ങിയത്. ബോർഡർ എത്തിയപ്പോഴേക്കും ഒരു 10:45, ബോർഡറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 10:45 കഴിഞ്ഞായിരുന്നു ടൈം. മോർണിംഗ്. ഇത് ചെറിയ ചെറിയ റോഡ് കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ചായപ്പോഴേക്കും മഴയൊക്കെ പെയ്യാൻ തുടങ്ങിയായിരുന്നു. വലിയ മഴ ഉണ്ടായിരുന്നില്ല, നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. നല്ലപോലെ എൻജോയ് ചെയ്തു മഴയും ആ ഒരു വിൻഡി മോഡും. നല്ല മേഘം മൂടിക്കിടക്കുന്ന ഒരു സമയമായിരുന്നേ. നമ്മളിപ്പോഴേക്കും ഏകദേശം ഒരു 2 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇതായിരുന്നു അവസ്ഥ. പക്ഷേ എനിവേ നല്ലൊരു ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു സമയമായിരുന്നു. ഒരു 5 മണി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നല്ല ഇരുട്ടായി തുടങ്ങി. നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ റൂമിലേക്ക് രാത്രി സ്റ്റേ ചെയ്യാന്നുള്ള രീതിയിൽ ആയി. നാളെ വേറൊരു യാത്ര, അതായത് റിയാദിൽ നിന്നും മക്കയിലേക്കൊരു യാത്ര.